Welcome back to Vidyanagar online class. In the last class, we discussed first four questions of exercise 2.4. Here, we are discussing the remaining questions of exercise 2.4. Fifth question. Shobo's mother's present age is 6 times Shobo's present age. Shobo's age 5 years from now will be 1/3 of his mother's present age. What are their present ages? Okay, so starting Shobo's mother's present age is 6 times Shobo's present age. Our present age start ചെയ്യാം. Present ages. Shobo and his mother. Okay, Shobo's mother's present age is 6 times Shobo's present age. അപ്പോൾ Shobo's age x എന്ന് കൊടുത്താൽ അതിന് 6 ടൈംസ് ആയിരിക്കും മദറിൻ്റെ ഏജ്. സോ 6x. ഓക്കെ, 6 ടൈംസ് 6 ഇൻറ്റു എക്സ് അല്ലെങ്കിൽ 6x. ദെൻ Shobo's age 5 years from now will be 5 years from now. That means after 5 years. After 5 years, Shobo's age now x. So after 5 years എന്തായിരിക്കും 5 ഇയറും കൂടെ കൂടും. സോ ഏജ് ബിക്കം എക്സ് പ്ലസ് 5. ഓക്കെ, ഈ എക്സ് പ്ലസ് 5 ഈ ഒരു ഏജ് എന്താണ്? 1/3 ഓഫ് ഹിസ് മദേഴ്സ് പ്രസന്റ് ഏജ്. ഈ എക്സ് പ്ലസ് 5 എന്താണ്? മദറിന്റെ പ്രസന്റ് ഏജിന്റെ 1/3 ആണ്. മദറിന്റെ പ്രസന്റ് ഏജ് എന്താണ്? 6x. ആ 6xന്റെ 1/3 മീൻസ് 6x ഇൻറ്റു 1/3. അതാണ് 1/3. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന ശോഭോന്റെ ഏജ് മദറിന്റെ പ്രസന്റ് ഏജിന്റെ 1/3 ആണ്. സോ എക്സ് പ്ലസ് 5x ഈക്വൽ ടു 6x ഇൻറ്റു 1/3. ഓക്കെ, സോ ശോഭോസ് ഏജ് എക്സ്, മദറിന്റെ ഏജ് 6 ടൈംസ് ആണ് 6x. ദെൻ ആഫ്റ്റർ 5 ഇയേഴ്സ് ശോഭോസ് ഏജ് എക്സിൽ ഒരാളെ ഏജ് എന്തായിരിക്കും? എക്സ് പ്ലസ് 5. ഈ എക്സ് പ്ലസ് 5 മദറിന്റെ പ്രസന്റ് ഏജിന്റെ 1/3 ഈക്വൽ ആണ്. സോ മദറിന്റെ പ്രസന്റ് ഏജ് 6x, അതിന്റെ 1/3 മീൻസ് ഇൻറ്റു 1/3. ഓക്കെ, ദെൻ 6x ഇൻറ്റു 1 6x/3. ഈ 6ഉം 3യും കൂടെ ക്യാൻസൽ ചെയ്യാലോ. സോ 2x. ഓക്കെ, സോ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 2x. രണ്ട് സൈഡിലും വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എക്സിന്റെ വാല്യൂ കാണാൻ 2x, ഈ എക്സിന് എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. -x ഈക്വൽ ടു 5. ദെൻ വാട്ട് ഈസ് 2x മൈനസ് എക്സ്? എക്സ്. ഓക്കെ, സോ എക്സ് ഈക്വൽ എന്ത് കിട്ടി? 5 കിട്ടി. സോ ഷോബോസ് ഏജ് എത്രയാണ്? എക്സിൽ കൊടുത്തിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 5. ദെൻ മദറിന്റെ ഏജോ? മദറിന്റെ ഏജ് എന്തായിരിക്കും? 6x. 6 ഇൻറ്റു 5. 6 ഇൻറ്റു 5 എത്രയാണ്? 30. Sixth question. There is a narrow rectangular plot reserved for a school in a Mahuli village. The length and breadth of the plot are in the ratio 11:4. Okay, ഈ റെക്ടാങ്കുലർ പ്ലോട്ട് ഇതിനൊരു ലെങ്ത് ഉണ്ടാകും. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. then ക്വസ്റ്റ്യൻ തന്ന എന്താ? ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 11:4. 11:4. ഓക്കെ, ദെൻ റേഷ്യോ വന്നാൽ ലെങ്ത്തിന് നേരെ ഇവിടെ 11 ആണ്. അപ്പോൾ എന്താ കൊടുക്കേണ്ടത്? 11 മാത്രമല്ല, അതിൻ്റെ കൂടുതൽ വേരിയബിൾ അറ്റാച്ച് ചെയ്യണം. ലെങ്ത് ഈക്വൽ ടു 11x ബ്രെഡ്ത്ത് ഈക്വൽ ടു 4x. ലെങ്ത് ഈക്വൽ ടു 11x, ബ്രെഡ്ത്ത് ഈക്വൽ ടു 4x. ഓക്കെ, അറ്റ് ദ റേറ്റ് ഓഫ് ₹100 per meter, it will cost the village panchayat ₹75,000 to fence the plot. സോ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗത്തേക്ക് ഒരു വേലി കെട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഫെൻസിങ് എന്ന് പറഞ്ഞാൽ എന്തിനോട് കണക്ട് ചെയ്തിട്ടാണ്? പെരിമീറ്റർ. ഓക്കെ, പെരിമീറ്ററിന് ഒരു മീറ്ററിന് എത്രയാണ് കോസ്റ്റ്? ₹100. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയെന്ന് കാണണം. ഹൗ ടു ഫൈൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ? പെരിമീറ്റർ ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എക്സ് വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. So 2 into what is length? Length equal to 11x
plus breadth equal to 4x. What is 11x plus 4x? 15x. So 2 into 15x equal to 30x. Okay, so ഈ rectangular plotന്റെ perimeter എത്രയാണ്? 30x meter. Okay, then what's the cost per meter? rupees 100. rupees 100 ആണ് കോസ്റ്റ്. സോ 30xന്റെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? 1 മീറ്റർ ആണെങ്കിൽ 1 into 100, 2 മീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും കോസ്റ്റ്? 2 into 100, 3 മീറ്റർ ആണെങ്കിൽ 3 into 100. ഇവിടെ ടോട്ടൽ എത്ര മീറ്റർ ആണ്? 30x മീറ്റർ ആണ്. സോ കോസ്റ്റ് ഈക്വൽ ടു എന്തായിരിക്കും? എന്തിനോട് ഈക്വൽ ആയിരിക്കും? 30x മീറ്റർ ആണ്. ഓരോ മീറ്റർ 100 വെച്ച് കൊടുത്താൽ 30x into 100 ആണ് ടോട്ടൽ കോസ്റ്റ്. ആ ടോട്ടൽ കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയായിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ്? 75,000. Okay, then what is 30x into 100 equal to 3000x equal to 75,000. Okay, then what is x? X equal to 75,000 divided by 3000. ഈ 3 zeros കൂടെ ക്യാൻസൽ ചെയ്യാം. 75 by 3 equal to 25. സോ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 25. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും എഴുതാലോ. ലെങ്ത് ഈക്വൽ ടു 11 into 25. Okay, 11 into 25 equal to 275 meter, and breadth equal to 4x. breadth equal to 4x. So 4 into 25, breadth 4x ആണ്. So 4 into 25 equal to 100 meter. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കാം. എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 11:4. ഓക്കെ, സോ ലെങ്ത്ത് 11 ആണ് നേരെ. അപ്പോൾ 11xും ബ്രെഡ്ത്ത് ഈക്വൽ ടു 4xും. ദെൻ ഫെൻസിങ് ആണ്, അതുകൊണ്ട് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. സോ പെരിമീറ്റർ ഈക്വൽ ടു 2 into L plus B. അത് കണ്ടാൽ എത്ര കിട്ടും? ടോട്ടൽ പെരിമീറ്റർ 30x ആണ്. ഇനി ഓരോ മീറ്ററിനും 100 rupees വെച്ചിട്ടാണ് കോസ്റ്റ്. അപ്പോൾ 30x മീറ്ററിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? 30x into 100. ആ കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 75,000. അത് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 25 എന്ന് കിട്ടും. ലെങ്ത്ത് 11x ആണ്. 11 into 25 275ഉം ബ്രെഡ്ത്ത് 4x ആണ്. 4 into 25 equal to 100 meter. 7th question. Hassan buys two kind of cloth material for school uniform. Shirt material that costs him rupees 50 per meter, and a trouser material that costs him rupees 90. So shirt material cost him rupees 50. Cost of shirt material. Cost shirt material cost എത്രയാണ്? rupees 50 per meter. rupees 50 per meter. And trouser material that cost him rupees 90. Okay, so trouser material rupees 90 per meter. Okay, then for every 3 meter of the shirt material he buys 2 meter of the trouser material. എന്താണ് അതിൻ്റെ മീനിങ്? ഓരോ 3 മീറ്റർ ഷർട്ട് മെറ്റീരിയലിൻ്റെ കൂടെ 2 മീറ്റർ ട്രൗസർ മെറ്റീരിയലും വാങ്ങും. 3 മീറ്ററിൻ്റെ കൂടെ എത്രയും കൂടെ വാങ്ങും? 2 മീറ്റർ ട്രൗസർ മെറ്റീരിയലും കൂടെ വാങ്ങും. അതായത് 3ക്ക് പകരം 6 മീറ്റർ ആണെങ്കിൽ, 6 മീറ്റർ ആണെന്ന് പറഞ്ഞാൽ എത്ര 3 ഉണ്ട്? 3 മീറ്റർ പ്ലസ് 3 മീറ്റർ ആണ് 6 മീറ്റർ. അപ്പോൾ അതിനനുസരിച്ച് എത്ര ട്രൗസർ മെറ്റീരിയൽ വാങ്ങേണ്ടി വരും? 2 മീറ്റർ പ്ലസ് 2 മീറ്റർ ഈക്വൽ ടു 4 മീറ്റർ ട്രൗസർ മെറ്റീരിയൽ വാങ്ങേണ്ടി വരും അല്ലേ? അപ്പോൾ 3 മീറ്ററിൻ്റെ കൂടെയൊക്കെ 2 മീറ്റർ ട്രൗസർ മെറ്റീരിയൽ വാങ്ങണം. 6 മീറ്റർ ആണെങ്കിൽ എത്ര ട്രൗസർ മെറ്റീരിയൽ വേണ്ടി വരും? 4 മീറ്റർ. അപ്പോൾ ഇവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ ട്രൗസർ മെറ്റീരിയലും ഷർട്ട് മെറ്റീരിയലും തമ്മിലുള്ള റേഷ്യോ ആണെന്ത്? 3:2. ഷർട്ട് മെറ്റീരിയലിൻ്റെയും ട്രൗസർ മെറ്റീരിയലും തമ്മിലുള്ള റേഷ്യോ ആണ് 3:2. അപ്പോൾ അവിടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. 3 ആണെങ്കിൽ 2 മീറ്റർ, 6 ആണെങ്കിൽ 4 മീറ്റർ, 9 ആണെങ്കിൽ 6 മീറ്റർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ എത്ര വാങ്ങിയിട്ടുള്ളത്? ഷർട്ട് മെറ്റീരിയൽ ട്രൗസർ മെറ്റീരിയൽ വാങ്ങിയതിൻ്റെ റേഷ്യോ എത്രയാണ്? 3:2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഷർട്ട് മെറ്റീരിയൽ ഈക്വൽ ടു 3x വാങ്ങിയിട്ടുണ്ട്. ട്രൗസർ മെറ്റീരിയൽ ഈക്വൽ ടു എത്ര എക്സ് വാങ്ങിയിട്ടുണ്ട്? 2x വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 1 മീറ്റർ ഷർട്ട് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആണ് 50 മീറ്റർ. 1 മീറ്റർ ട്രൗസർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആണ് 90 മീറ്റർ, 90 per meter. ദെൻ ഷർട്ട് മെറ്റീരിയൽ ട്രൗസർ മെറ്റീരിയൽ എത്രയാണ് വാങ്ങിയിട്ടുള്ളത്?
3 മീറ്ററിന് ആയിട്ട് 3 മീറ്റർ ട്രൗസർ ഷർട്ട് മെറ്റീരിയൽ വാങ്ങിയാൽ അതിനൊപ്പം 2 മീറ്റർ ട്രൗസർ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ 6 മീറ്റർ ആണെങ്കിൽ 4 മീറ്റർ വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ റേഷ്യോ ആണ് 3:2 ആണ് ഇപ്പോൾ നമ്മുടെ റേഷ്യോ. സോ ഷർട്ട് മെറ്റീരിയൽ ഈസ്റ്റ് ട്രൗസർ മെറ്റീരിയൽ എത്രയാണ്? 3:2 എന്നുള്ള റേഷ്യോയിലാണ് അയാൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഷർട്ട് മെറ്റീരിയൽ 3x മീറ്റർ വാങ്ങിയിട്ടുണ്ട്, ട്രൗസർ മെറ്റീരിയൽ 2x വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നോക്കാം, 3x മീറ്റർ ആണ് ഷർട്ട് മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത്. ഒരു മീറ്ററിന്റെ കോസ്റ്റ് എത്രയാണ്? 50 മീറ്റർ. സോ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് ഷർട്ട് മെറ്റീരിയൽ വാങ്ങാൻ ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു? ഷർട്ട് മെറ്റീരിയലിന്റെ ടോട്ടൽ കോസ്റ്റ്, ഷർട്ട് മെറ്റീരിയൽ ഇവിടെ 3x മീറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത്. ഓരോ മീറ്ററിനും 50 റുപ്പീസ് വെച്ചിട്ട് ടോട്ടൽ എത്ര റുപ്പീസ് ആയിട്ടുണ്ടാകും? 3x ഇൻറ്റു 50 ഈക്വൽ ടു 150 റുപ്പീസ് വന്നു. 150x ആണ് ടോട്ടൽ ഷർട്ട് മെറ്റീരിയൽ വാങ്ങാൻ വന്ന കോസ്റ്റ്. ഒരു മീറ്ററിന് 50 റുപ്പീസ്. ഇവിടെ എത്ര മീറ്റർ വാങ്ങിയിട്ടുള്ളത്? 3x മീറ്റർ വാങ്ങിയിട്ടുള്ളത്. സോ 3x ഇൻറ്റു 50 ഈക്വൽ ടു 150x ആണ് ഷർട്ട് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ദെൻ ട്രൗസർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ട്രൗസർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? ഇവിടെ എത്ര മീറ്ററാണ് ട്രൗസർ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത്? 2x മീറ്റർ ആണ് ട്രൗസർ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത്. ഓരോ മീറ്ററിനും എത്രയാണ് കോസ്റ്റ്? 90 റുപ്പീസ്. സോ 2x മീറ്ററിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? 2x ഇൻറ്റു 90 ഈക്വൽ ടു 180x ആണ് ടോട്ടൽ ട്രൗസർ മെറ്റീരിയൽ വാങ്ങാനുള്ള കോസ്റ്റ്. അപ്പോൾ ഓരോന്നിൻ്റെയും ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടി. ഷർട്ട് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 150x, ട്രൗസർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 180x. ഇനി ഷർട്ട് മെറ്റീരിയൽ സെയിൽ ചെയ്യേണ്ടത് 12% പ്രോഫിറ്റിലാണ്. 12% പ്രോഫിറ്റിലാണ് ഷർട്ട് മെറ്റീരിയൽ സെയിൽ ചെയ്യേണ്ടത്. ട്രൗസർ മെറ്റീരിയൽ സെയിൽ ചെയ്യേണ്ടതോ 10% പ്രോഫിറ്റിലും. 150xലൊരു കോസ്റ്റുള്ളൊരു സാധനം 12% പ്രോഫിറ്റിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 150xൻ്റെ പ്രോഫിറ്റ് ആകുമ്പോൾ 100ലേക്ക് ഈ ഒരു എമൗണ്ടും കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ 100 + 12 ഈക്വൽ എന്തായിരിക്കും? 112% ആയിരിക്കും, അല്ലെങ്കിൽ 112/100 ആയിരിക്കും ഷർട്ട് മെറ്റീരിയലിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അതുപോലെ 180x ആണ് ട്രൗസർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പ്രൈസ്. അത് സെല് ചെയ്യേണ്ട ഏത് പെർസെൻറ്റേജിലാണ്? 10% പ്രോഫിറ്റിലാണ്. സോ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 180 ഇൻറ്റു പ്രോഫിറ്റ് ആകുമ്പോൾ 100ലേക്ക് പ്ലസ് ചെയ്യുമായിരിക്കും. ഇവിടെ 10 ആണ് പ്ലസ് ചെയ്യേണ്ടത്. അപ്പോൾ 110/100. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസും ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസും കൂടെ ടോട്ടൽ എത്ര റുപ്പീസ് സെല് ചെയ്തു? ടോട്ടൽ 36,600 റുപ്പീസിന്. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 150x ഇൻറ്റു 112, 150x ഇവിടെ ഡിനോമിനേറ്റർ 1 കൊടുക്കാം, ഇവിടെയും ഡിനോമിനേറ്റർ 1 കൊടുക്കാം. 150x ഇൻറ്റു 112 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 16,800 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 100 എത്ര? 100, അത്രയും എക്സ്. ഓക്കെ, പ്ലസ് 180 ഇൻറ്റു 110, 180 ഇൻറ്റു 110 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? 19,800 ബൈ 1 ഇൻറ്റു 100 ഈക്വൽ ടു 36,600 ബൈ 1. ഇവിടെ ഡിനോമിനേറ്റർ ഓൾറെഡി 100 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 100 ആണ്. അപ്പോൾ ഇവിടെ 100 ആക്കാൻ ഇൻറ്റു 100 ചെയ്യാം, മുകളിലും 100 ചെയ്യാം. ഡിനോമിനേറ്റർ മുഴുവൻ 100 ആയി ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണുള്ളത്? 16,800x 19,800x. ഇവിടെ എക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? 36,600x ഈക്വൽ ടു എന്തായിരിക്കും വരിക? 2 0 കൂടെ എക്സ്ട്രാ വരും. സോ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഡിവൈഡ് ബൈ 36,600. ഈ 2 0യും ഈ 0യും കൂടെ ക്യാൻസൽ ചെയ്തു. ഞാൻ 366ഉം ഈ 366ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 1 കിട്ടും. ഈ 2 0യും കൂടെ എത്ര വന്നു? 100 വന്നു. ദെൻ ഷർട്ട് മെറ്റീരിയൽ എത്രയാണ്? 3x അല്ലേ? ഷർട്ട് മെറ്റീരിയൽ 3x ഈക്വൽ ടു 3 ഇൻറ്റു 100, 300. ദെൻ ട്രൗസർ മെറ്റീരിയൽ
2x ആണ്. സോ 2 into 100 ഈക്വൽ ടു 200 മീറ്ററുമാണ് സെയിൽ ചെയ്തത്. 8th question. Half of herd of deer are grazing in the field and 3/4 of the remaining are playing nearby the rest. The rest 9 are drinking water from the pond. Find the number of deer in the herd. ഓക്കെ, ഇവിടെ കുറച്ച് ഹേർഡ് ആയിരുന്നു, പലരും പല ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര ഹേർഡ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോളൂ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്ലാസ്, ഓക്കെ, ക്ലാസ്സിൽ ടോട്ടൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. 50 സ്റ്റുഡൻസ്. അപ്പോൾ കുറച്ച് ആളുകൾ ഗ്രൗണ്ടിൽ പോയി, കുറച്ച് ആളുകൾ ലാബിൽ പോയി, കുറച്ച് ആളുകൾ അവിടെ ക്ലാസ്സിലിരുന്നു. ഈ ആളുകൾ മുഴുവൻ ടോട്ടൽ എന്തായിരിക്കും? ഈ പോയ ആളുകളുടെ ടോട്ടൽ എന്തായിരിക്കും? 50 ആയിരിക്കും. കാരണം 50 സ്റ്റുഡൻസ് ആണ് പല ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ എന്തായിരിക്കും? 50 ആയിരിക്കും അല്ലേ? ഈ പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വന്നാൽ പഴയ പോലെ തന്നെ എത്ര ഉണ്ടാകും? 50 ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡിയറിൻ്റെ എണ്ണം തന്നിട്ടില്ല, അത് നമ്മൾ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ടോട്ടൽ എക്സ് ഡിയർസ് അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ് എത്രയാണ്? ഹാഫ് ഓഫ് ദ ഡിയർ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഫീൽഡിൽ എത്രയുള്ളത്? ഈ എക്സിൻ്റെ ഹാഫ്. ഫീൽഡിൽ എക്സിൻ്റെ ഹാഫ് ആണുള്ളത്. എക്സിൻ്റെ ഹാഫ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻറ്റു ഹാഫ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 എക്സ് 2. സോ ഹാഫ് ഓഫ് ഡിയർ എവിടെയാണ്? ഫീൽഡിലാണ്. ദെൻ 3/4 ഓഫ് ദ റിമൈനിങ്. 3/4 ഓഫ് ദ റിമൈനിങ്. അപ്പോൾ ഹാഫ് എക്സ് പോയി കഴിഞ്ഞു, ഇനി ഹാഫാണ് അവിടെ ബാക്കിയുള്ളത്, അതിൻ്റെ 3/4. ഓക്കെ അല്ലേ? ടോട്ടലിൻ്റെ 3/4 അല്ല, x/2 ഫീൽഡിൽ പോയി, ഇനി ബാക്കി x/2 ഇവിടെ ഉണ്ടാകും, അതിൻ്റെ 3/4. അപ്പോൾ അതിൻ്റെ 3/4 കാണാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 3/4 ചെയ്യുക. ദെൻ എക്സ് ഇൻറ്റു 3, 3x, 4 into 2, 8. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് 3x/8, 3x/8. ദെൻ ഇനി ബാക്കിയുള്ള എന്താണ്? ദ റെസ്റ്റ് 9 ആർ ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ പോണ്ട്. അപ്പോൾ ബാക്കിയുള്ള 9 എന്താണ്? ഡ്രിങ്കിങ് വാട്ടർ ഇൻ ദ പോണ്ട്. അപ്പോൾ ഹാഫ് ഫീൽഡിൽ, ബാക്കി 3x/8 പ്ലേയിങ്, ദെൻ 9 ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഇത്രയാണ് അതിലുള്ള ഇത്. ഇനി ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ എന്തുതന്നെയായിരിക്കും കിട്ടുക? തിരിച്ച് എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. ഈ x/2 പിന്നെ 3x/8 അവിടെയുള്ള 9 കൂടെ ടോട്ടൽ ചെയ്താലും അവരുടെ ടോട്ടൽ സ്ട്രെങ്ത് തന്നെ കിട്ടുക ഈക്വൽ ടു എക്സ്. x/2 പ്ലസ് 3x/8 പ്ലസ് 9 ഈക്വൽ ടു എക്സ്. ഇനി ഡിനോമിനേറ്റർ ഇവിടെ 1, ഇവിടെയും 1. ഇനി 2, 8, 1, 1. ഇവിടെ 2ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ 2, 4, 6, 8 ഉണ്ടാകും. 8ൻ്റെ മൾട്ടിപ്പിൾസിൽ ആൾറെഡി 8 ഉണ്ട്. ഇതിനെയും 8 ആക്കാം, ഇതിനെയും 8 ആക്കാം. അപ്പോൾ ഇതിൻ്റെ LCM 8 ആണ്. നമുക്ക് ത്രൂ ഔട്ട് 8 ആക്കാം. അപ്പോൾ x/2, ഈ ഡിനോമിനേറ്റർ ഇവിടെ 2 ആണ്. 2നെ 8 ആക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്? ഇൻറ്റു 4. അപ്പോൾ താഴെ ഇൻറ്റു 4 ചെയ്താലും മുകളിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ചെയ്യണം. ദെൻ ഇവിടെ ഓൾറെഡി 8 ആണ്. ഇനി 1നെ 8 ആക്കണമെങ്കിൽ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇൻറ്റു 8. അപ്പോൾ ഇവിടെയും ഇൻറ്റു 8. ഇനി ഇവിടെ 8 ആക്കാൻ ഇൻറ്റു 8 ഇൻറ്റു 8. അപ്പോൾ ഡിനോമിനേറ്റർ മുഴുവൻ 8 ആയി. എക്സ് ഇൻറ്റു 4, 4x. എക്സ് ഇൻറ്റു 4, 4x. 2 ഇൻറ്റു 4, 8. അഗൈൻ 3x/8 പ്ലസ് 9 ഇൻറ്റു 8. 9 ഇൻറ്റു 8 എത്രയാണ്? 72/8. ദെൻ അഗൈൻ എക്സ് ഇൻറ്റു 8, 8x/8. ഡിനോമിനേറ്റർ മുഴുവൻ 8 ആയി കഴിഞ്ഞാൽ ഈ 8ഉം 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 കൂടെ ക്യാൻസൽ ചെയ്തു. ഇനി ന്യൂമറേറ്റർ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? 4x പ്ലസ് 3x പ്ലസ് 72 ഈക്വൽ ടു 8x. ഓക്കെ, ദെൻ 4x പ്ലസ് 3x എന്തായിരിക്കും വരിക? 7x പ്ലസ് 72 ഈക്വൽ ടു 8x. ഏത് ഭാഗത്താണ് എക്സ് കൂടുതലുള്ളത്? റൈറ്റ് സൈഡിലാണ്. സോ 8xൻ്റെ അടുത്തേക്ക് 7x വരുമ്പോഴും -7x ഈക്വൽ ടു 72. then what is 8x minus 7x? 8x minus 7x ഈക്വൽ ടു x. സോ നമ്പർ ഓഫ് ഡിയർ ഇവിടെ എത്ര ഉള്ളത്? 72 ഡിയർസ്. Ninth question. A grandfather is 10 times older than his granddaughter. He is also 54 years older than her. Find their present ages. Okay. So ഇവിടെ ഗ്രാൻഡ് ഫാദറും ഉണ്ട്, ഗ്രാൻഡ് ഡോട്ടറും ഉണ്ട്. ഗ്രാൻഡ് ഫാദർ
ഓക്കെ. എ ഗ്രാൻഡ് ഫാദർ ഈസ് 10 ടൈംസ് ഓൾഡർ ദാൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ. അപ്പോൾ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ അതിൻ്റെ 10 ടൈംസ് ഉണ്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ്. സോ 10x. ഓക്കെ, ഇതാണ് അവരുടെ പ്രസൻറ്റ് ഏജ്. ഹീ ഈസ് ആൾസോ 54 ഇയേഴ്സ് ഓൾഡർ ദാൻ ഹെയർ. 10 ടൈംസും ആണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഡോട്ടറിനേക്കാളും എത്ര കൂടുതലാണ്? 54 ഏജ് കൂടുതലാണ് ഗ്രാൻഡ് ഫാദറിന്. അപ്പോൾ നമുക്ക് ഇവരുടെ ഏജ് കണക്ട് ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കാം. ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഏജിനേക്കാൾ 54 ഏജ് കൂടുതലാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ്, അല്ലെങ്കിൽ 10x. ഒന്നുകൂടെ നോക്കാം. ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഏജ് എക്സ് എന്ന് കൊടുത്താൽ അതിൻ്റെ 10 ടൈംസിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ്. സോ 10x. ഇനി അടുത്ത് തന്ന ഹിന്റ് എന്താ? ഈ എക്സും 10x നമ്മളെ റിലേഷൻ എന്താ? ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഏജിനേക്കാളും 54 ഏജ് കൂടുതലാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ്. അതായത് എക്സിനേക്കാളും 54 കൂടുതലാണ് 10x. അപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കാം. എക്സ് പ്ലസ് 54 ഈക്വൽ ടു 10x. ഇനി 10x റൈറ്റ് സൈഡിലാണ് എക്സ് കൂടുതൽ. ഈ എക്സ് ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കും? മൈനസ് എക്സ് ഈക്വൽ ടു 54. What is 10x minus x? 9x. 9x equal to 54. Then x equal to എന്തായിരിക്കും? x equal to 54 divided by 9 equal to എത്രയാണ്? 6. അങ്ങനെയാണ് ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഏജ് എത്രയാണ്? ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഏജ് 6ഉം ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എന്തായിരിക്കും? 10 into 6 60യും. ഈ 6ലേക്ക് 54 പ്ലസ് ചെയ്താൽ 60 കിട്ടും ചെയ്യുന്നുണ്ടല്ലോ. വെരിഫൈ ചെയ്യും. 10th question. Aman's age is 3 times his son's age. 10 years ago, he was 5 times his son's age. Find their present ages. Okay. Present age ആണ് കാണേണ്ടത്. Present age. ഇവിടെ അമാനും ഉണ്ട്, ഹിസ് സണ്ണും ഉണ്ട്. അമാൻ, then his son. Then Aman's age is 3 times his son's age. അപ്പോൾ സണ്ണിൻ്റെ ഏജ് എക്സ് എന്ന് കൊടുത്താൽ അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും അമാൻ്റെ ഏജ്. അപ്പോൾ എന്തായിരിക്കും? 3x. ഓക്കെ. then 10 years ago, not after 10 years, 10 years ago. അപ്പോൾ ഏജ് കുറയും. 10 years ago, ഇപ്പോഴേ എക്സ് ഉള്ള ഒരാൾക്ക് 10 years ago എന്തായിരിക്കും? സണ്ണിൻ്റെ ഏജ് എക്സ് ആണ്. അപ്പോൾ 10 years ago 10 ഏജും കൂടെ കുറവായിരിക്കും. എക്സ് മൈനസ് 10. അമാൻ്റെ ഏജ് ഇപ്പോൾ 3x ആണ്. അപ്പോൾ 10 years ago എന്തായിരിക്കും? 3x മൈനസ് 10. അപ്പോൾ 10 years ago ആണെങ്കിൽ രണ്ടാളുടെയും ഏജിൽ ഒരു 10 ഏജിന് കുറവുണ്ടാകും. ആ സമയത്തെ റിലേഷൻ എന്താ? ഹി വാസ് 5 ടൈംസ് ഹിസ് സൺസ് ഏജ്. ഈ സമയത്തെ സണ്ണിൻ്റെ ഏജിൻ്റെ 5 ടൈംസ് ആയിരുന്നു അമാൻ്റെ ഏജ്. അപ്പോൾ ഈ സമയത്തെ സണ്ണിൻ്റെ ഏജിന് 5 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 5 into x minus 10. അത് എന്തിനോട് ഈക്വൽ ആയിരുന്നു? അമാൻ്റെ ഏജിനോട് ഈക്വൽ ആയിരുന്നു. ദാറ്റ് മീൻസ് ഈക്വൽ ടു 3x മൈനസ് 10. ഒന്നുകൂടെ നോക്കാം. സണ്ണിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ അമാൻ്റെ ഏജ് എത്രയാണ്? 3x. 10 years ago അമാൻ എന്തായി മാറും? 3x മൈനസ് 10 അതിന് സണ്ണ് x മൈനസ് 10. ഈ സണ്ണിൻ്റെ ഏജിൻ്റെ 5 ടൈംസ് ആണ് അമാൻ്റെ ഏജ്. അതായത് 10 years ago ഉള്ള ഏജിൻ്റെ 5 ടൈംസ്. സോ 5 into x minus 10 equal to 3x minus 10. 5 into x minus 10 equal to 3x minus 10. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. 5 into x 5x. 5 into minus 10 minus 50 equal to 3x minus 10. ഇനി ഇവിടെയാണ് എക്സ് കൂടുതലുള്ള 5x. 3x വരുമ്പോൾ എന്തായിരിക്കും? മൈനസ് 3x ഈക്വൽ ടു ഇവിടെ മൈനസ് 10 മൈനസ് 50 ആയിട്ട് പോകുമ്പോൾ പ്ലസ് 50. ദെൻ വാട്ട് ഇസ് 5x മൈനസ് 3x? 2x equal to 40. So x equal to 40 by 2 equal to 20. x എത്രയാണ്? 20. So സണ്ണിൻ്റെ ഏജ് എത്രയായിരിക്കും? സണ്ണിൻ്റെ ഏജ് 20 ആൻഡ് അമാൻ്റെ ഏജ് എന്തായിരിക്കും? അതിൻ്റെ 3 ടൈംസ് അല്ലേ. അപ്പോൾ 20 into 3 equal to 60. ഇതായിരിക്കും അവരുടെ പ്രസൻറ്റ് ഏജ്. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes maths easy.